ഗൈസ് ജഫോട്ടെക്കിന്റെ പുതിയൊരു വിളിക്കല്ലാറ് സാധനം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ ദിവസമായിട്ട് കാത്തിരുന്ന വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ദിവസമായി കാത്തിരിക്കുന്നു നമ്മുടെ ആ ഒരു അപ്ഡേഷൻ വരാൻ വേണ്ടി. എന്താണ് കൊളാബ് ചെയ്യാൻ വേണം നമ്മളൊരു വീഡിയോയ്ക്ക് എങ്ങനെയാണ് കൊളാബറേറ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കുറേ ദിവസമായിട്ട് എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ ടെക്കുകാർ വീഡിയോ ഇടുന്നുണ്ട്, എന്താണ് കൊളാബ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ അത് നമുക്ക് കൊളാബ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതാ എത്തി എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഗൈസ് നമുക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും കാണാത്ത ആൾക്കാരാണെങ്കിലും പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊളാബ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഒരാളെ കൊളാബ് ചെയ്യുന്നത്. നമുക്ക് 5 ആളെ കൊളാബ് ചെയ്യാനാവും. ഈ കൊളാബ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപകാരങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ കൂടെ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ ഒരാളെ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊളാബ് ചെയ്യുന്ന 5 ആളെ കൊളാബ് ചെയ്യുന്ന 5 ആളുടെ ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുവാണ്. അതെ, നമ്മളിപ്പം ഒരാളുടെ വീഡിയോ ഒരു വീഡിയോ പബ്ലിക് ആയി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ പോകുന്നത് നമ്മുടെ ഓഡിയൻസിലേക്ക് മാത്രമാണ് അല്ലേ. അപ്പോൾ അതേസമയം നമ്മൾ കൊളാബ് ചെയ്ത് കഴിയുമ്പോൾ ആ 5 ആളെ കൊളാബ് ചെയ്ത് നമ്മൾ ഒന്നാമത് കൊളാബ് ചെയ്യുന്നത് അത്ര നല്ല യൂട്യൂബേഴ്സിനെ മാത്രമേ കൊളാബ് ചെയ്യുള്ളൂ. അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിനെ നമ്മൾ കൊളാബ് ചെയ്യുക. അങ്ങനെ കൊളാബ് ചെയ്യുന്നത് വഴി ആ വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിൻ്റെ ഓഡിയൻസിൽ കൂടി നമ്മുടെ വീഡിയോ എത്തുകയാണ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊളാബ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇൻവിറ്റേഷൻ നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അക്സെപ്റ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രമേ കൊളാബ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഒരു അക്സെപ്റ്റ് നമ്മളൊരു ഇൻവിറ്റേഷൻ അയച്ചിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളതിനെ മുന്നോട്ട് പോകുന്ന അർത്ഥമില്ല. കാരണം നമുക്ക് ആ ഒരു ഉപകാരം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ 5 പേർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ 5 പേരും നിങ്ങളുടെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രം നിങ്ങൾ കൊളാബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഉപകാരം കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊളാബ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ കറക്റ്റായിട്ട് സ്ക്രീൻ റെക്കോർഡ് സഹിതം ഏതൊരാൾക്കും സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു വരാം. അപ്പോൾ ഗൈസ്, ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ പുതിയ അടിപൊളി അപ്ഡേഷൻ നിങ്ങളിലോട്ട് എത്തിക്കുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ കൊളാബ് ചെയ്യുന്നത്, അതായത് കൊളാബറേറ്റർ ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഒരു ഷോർട്ട് വീഡിയോസാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഒരു ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അൾട്ടേഡ് കണ്ടതിൻ്റെ തൊട്ട് മുകളിലായിട്ട് പെയ്ഡ് പ്രൊമോഷൻ്റെ അടിയിലായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരാളെ കൊളാബ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വലത്തോട്ട് ഒരു ആരോ മാർക്ക് കാണിക്കാം കേട്ടോ. ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന് എഴുതിയതിൻ്റെ ന്യൂ എന്ന് എഴുതിയതിൻ്റെ തൊട്ട് വലത്ത് സൈഡിലോട്ട് നമുക്കൊരു ആരോ മാർക്ക് കാണിക്കാം. അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആരെയാണ് കൊളാബ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൊളാബ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊരാളെ കൊളാബ് ചെയ്യുകയാണെങ്കിൽ അവരുടെ നമ്മൾ ഇൻവിറ്റേഷൻ അയക്കുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് നമ്മൾ ഇൻവിറ്റേഷൻ അയച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കൊളാബ് ചെയ്യാൻ വേണ്ടി ആരുടെയാണോ ചാനൽ നമ്മൾ കൊളാബ് ചെയ്യുന്ന അവരുടെ ചാനൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിന് അടിയിലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. യു ആർ ഇൻ കൺട്രോൾ ഉണ്ടോ, ഒരു ടിക്ക് ഇട്ട് യു ആർ ഇൻ കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കണം. അവിടെ ഓൺലി യു ക്യാൻ മേക്ക് ചേഞ്ചസ് ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ചേഞ്ച് ഇതിനകത്ത് വരുത്താൻ പറ്റത്തുള്ളൂ. വേറൊരാൾക്ക് നമ്മളിപ്പം നമുക്കറിയാം 5 ആൾക്ക് നമുക്ക് കൊളാബ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഈ 5 ആൾക്കും നമ്മുടെ വീഡിയോനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്തായിട്ടൊരു ഓപ്ഷൻ എക്സ്പെൻഡ് റീച്ച്. വി വിൽ ഹെൽപ്പ് യു വീഡിയോ യുവർ കൊളാബറേറ്റേഴ്സ് ഓഡിയൻസ്. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ നമ്മൾ കൊളാബ് ചെയ്യുന്ന ആൾക്കാരുടെ ഓഡിയൻസിൽ കൂടി നമ്മുടെ വീഡിയോ റൺ ചെയ്യുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള റീച്ചും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മളൊരാളെ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊളാബ് ചെയ്യുന്ന ആൾക്കാരുടെ ഓഡിയൻസിൽ കൂടെ, അതായത് നമ്മൾ ഏതൊക്കെ ചാനലുകളോ, നമ്മൾ എന്തായാലും നമ്മൾ നല്ല ചാനലുകൾക്കേ കൊളാബ് കൊടുക്കുകയുള്ളൂ അല്ലേ. അത്യാവശ്യം റീച്ചുള്ള ചാനലുകൾക്കാണ് കൊളാബ് കൊടുക്കുക. അപ്പോൾ അവരുടെ റീച്ച് കൂടി നമുക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷനാണിത്. ഓക്കെ, അപ്പോൾ ഫുൾ ഓണർഷിപ്പ്, അതായത് യു കീപ്പ് ഓൾ ദ റവന്യൂ വ്യൂവേഴ്സ് ആൻഡ് വാച്ച് ടൈം ഫ്രം ദ വീഡിയോ. അതായത് നമുക്ക് മാത്രമാണ് ഇതിൻ്റെ വ്യൂവേഴ്സ്, വാച്ച് ടൈം, റവന്യൂ കിട്ടുന്നത്. അതായത് ഈ കൊളാബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് യാതൊരു ഉപകാരമൊന്നുമില്ല. പിന്നെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് അവർ കൊളാബ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് ഉപകാരം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ യുവർ സെർച്ച് എന്നുള്ള ചാനൽ, ഞാനിവിടെ 2 ചാനൽ, നിങ്ങൾക്കറിയാം ഇവിടെ 5 ചാനൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ സെർച്ച് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പേരാണ് സെർച്ച് ചെയ്യുന്നത്, വിനീത വിനി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കും വിനീത വിനി. ഓക്കെ, അപ്പോൾ വിനീത അവിടെ ഫസ്റ്റ് അടിച്ചപ്പോൾ തന്നെ വന്നു. 3,82,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വിനീതയ്ക്ക്. അപ്പോൾ വിനീത ചാനൽ നമ്മൾ ഫസ്റ്റ് തന്നെ കൊളാബ് ചെയ്യാണ്.
അപ്പോൾ ഇവിടെ അലോ അനലറ്റിക്സ് വ്യൂസിൻ്റെ അലോ നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. ഇത് ആ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ പറയുക ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഡൺ അടിക്കുന്നു. ഒന്ന് ബേക്ക് അടിച്ചതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ആ ഇൻവൈറ്റ് കൊളാബ് എന്നുള്ള ഓപ്ഷൻ അടിച്ചത് അവിടെ എന്താ നമ്മുടെ പെൻഡിങ് അക്സെപ്റ്റൻസ്, അതായത് വിനീക്ക് നമ്മൾ നമ്മുടെ കൊളാബറേഷൻ നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെയാണ് നമ്മൾ നമ്മൾ സെർച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ഞാൻ ഫുഡ് ആൻഡ് ട്രാവൽ എന്നുള്ള ഓപ്ഷൻ അടിക്കുവാണ്. ഓക്കെ, ഫുഡ് ആൻഡ് ട്രാവൽ. ഓക്കെ, ട്രാവലിന് അടിക്കുന്ന സമയത്ത് ഇതാ അടിയിൽ നമ്മുടെ രാജിയാണ്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവളെയും കൂടെ നമ്മൾ കൊളാബ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ അടിക്കുവാണ്, ഡൺ അടിക്കുവാണ്. ഓക്കെ, ഒന്നും കൂടെ നമ്മൾ ബാക്ക് അടിക്കുന്നു. ഒന്നും കൂടെ നമ്മൾ ആ ഇൻവൈറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാൾക്ക് നമ്മൾ ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ നമുക്ക് എത്ര പേർക്ക് 5 ആൾക്ക് വരെ നമുക്ക് ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യാനാവും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ആൾക്കും പെൻഡിങ് ഇൻവിറ്റേഷനാണ്. അതിന് ശേഷം നമ്മളൊന്ന് ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ സാധാരണ പോലെ നമുക്ക് ടൈറ്റിൽ കൊടുത്തതിന് ശേഷം എന്താണോ നമുക്ക് കൊടുക്കേണ്ട ടൈറ്റിൽ ആ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റിക് ഇത് അപ്ലോഡ് ആവുന്ന കൂടി അവർക്ക് ഇൻവിറ്റേഷൻ സെൻഡായി അവർ അവിടുന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയ്ക്ക് ആ ഒരു റീച്ച്, പിന്നെ നമുക്ക് അവരുടെ ഓഡിയൻസിൽ കൂടെ നമ്മുടെ ഈ ഒരു എന്താ പറയുക റീച്ച് നമുക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു ശരിയായ രീതിയിൽ കൊളാബ് ചെയ്തെടുക്കുക, നിങ്ങൾ ഒരാൾക്ക് കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഏതൊരാൾക്കും ആർക്കും എന്താ പറയുക ഇത് ഏകദേശം പേർക്ക് ഈ അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൊളാബറേറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളുടെ കൊളാബറേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കൂടി ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.